നമസ്കാരം. നമ്മൾ അബ്സ്ട്രാക്ട് ഓൾജിബ്ര എന്ന് പറയുന്ന സെക്ഷനിലെ ഗ്രൂപ്പ് എന്ന് പറയുന്ന സെക്ഷനായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അതായിരുന്നു ഗ്രൂപ്പ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് എക്സാമ്പിൾ 2-3 എക്സാമ്പിളുകൾ കണ്ടു. കൂടുതൽ എക്സാമ്പിളുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ഗ്രൂപ്പ്സിൻ്റെ എക്സാമ്പിളായിട്ട് കണ്ടത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ, സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ് വിത്ത് മൾട്ടിപ്ലിക്കേഷൻ, സെറ്റ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻ കോമ്പോസിഷൻ വിത്ത്, അങ്ങനെ നമുക്ക് അറിയാവുന്ന കുറച്ച് സെറ്റുകൾ, അതായത് നമുക്ക് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് സെറ്റുകൾ വെച്ചിട്ടാണ്, നമുക്കറിയാത്ത സെറ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻസൊക്കെ നമുക്ക് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമുക്കറിയാവുന്ന ഓപ്പറേഷൻസ് വെച്ചിട്ടാണ്. അതല്ലാതെ വേറൊരു ഓപ്പറേഷൻ വെച്ചിട്ട്, ഇപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിരുന്നു AB/2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്പറേഷൻ വെച്ചിട്ട്, അതായത് പ്രൊഡക്റ്റ് എടുക്കുക, ഹാഫ് എടുക്കുക, അതിൻ്റെ ഒരു ഓപ്പറേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു ഗ്രൂപ്പാണെന്നുള്ളത് കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ വേറെ 2 എക്സാമ്പിൾസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഗ്രൂപ്പിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. Let G be a set of containing ordered pairs. Gയിൽ എന്താ ഉള്ളത്? Set of all ordered pairs ആണ് AB, such that A and B are real numbers, A and B belongs to R, and A not equal to 0. So this is the thing, that is A not equal to 0. അതായത് y ആക്സിസ് ഇല്ലാത്ത AB pairs അങ്ങനെ നോക്കിയാൽ മതി. R2ലുള്ള എലിമെൻറ്റ്സ് എന്നുള്ളത് കൺസിഡർ ചെയ്താൽ മതി. And operation star is given by star under G is given by A star B or A star B അല്ല, AB star CD. AB star CD എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ AC, BC പ്ലസ് D. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. G എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇതാണ്. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പേഴ്സ് AB വേർ ദീസ് ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് A നോട്ട് ഈക്വൽ ടു 0. അതായത് y ആക്സിസ് ഇല്ല, ബാക്കി എല്ലാ എലിമെൻസുകളും ഉണ്ട്, ബാക്കി എല്ലാ പോയിൻറ്റ്സുകളും ഉണ്ട് G എന്ന് പറയുന്ന ഗ്രൂപ്പിൽ, സെറ്റിൽ. ആൻഡ് യു ഹാവ് ആൻ ഓപ്പറേഷൻ സ്റ്റാർ സച്ച് ദാറ്റ് AB star CD is equal to A into C, that is you have to multiply the x values and then B into C, that is y value of the first element into x value of the second element plus y value of the second element. That is how you define this operation. ഇങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്ന ഓപ്പറേഷൻ. ഈ ഓപ്പറേഷനിൽ ഇതൊരു ഗ്രൂപ്പാണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലയോ, അത് അബേലിയൻ ഗ്രൂപ്പാണോ അബേലിയൻ ഗ്രൂപ്പ് അല്ലയോ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പാണോ എന്നുള്ളത് നോക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് വേണം? ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി വേണം, പിന്നെ രണ്ടാമത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി വേണം, പിന്നെ നമുക്ക് അവിടെ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യണം, അല്ലേ? ഒരു എലമെൻറ്റ് ഐഡൻറ്റിറ്റി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഫോർത്ത് പ്രോപ്പർട്ടി ഈസ് ഇൻവേഴ്സ് ഷുഡ് എക്സിസ്റ്റ് ഫോർ എവറി എലമെൻറ്റ് ഇൻ ദിസ് സെറ്റ്. അപ്പോൾ എല്ലാ എലമെൻറ്റിനും ഇൻവേഴ്സ് ഉണ്ടാകണം. ഇവിടെ ഒരു എലമെൻറ്റെങ്കിലും ഐഡൻറ്റിറ്റി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഏത് എലമെൻറ്റ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ക്ലോഷർ പ്രോപ്പർട്ടി, ഞാൻ ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ പ്രോപ്പർട്ടീസ് നേരെ ഉൾട്ടയായിട്ടാണ്, പക്ഷേ അതേ ഓർഡറിൽ പോവാം. ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടാവണം, അസോസിയേറ്റീവ് ആയിരിക്കണം, ഐഡൻറ്റിറ്റി ഉണ്ടാവണം, ഇൻവേഴ്സ് ഉണ്ടാവണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബോണസ് ആയിട്ട് കമ്മ്യൂട്ടേറ്റീവും കൂടെ നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ അതൊരു അബേലിയൻ ഗ്രൂപ്പ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് നോക്കാം. ക്ലോഷർ പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ നിന്ന് തന്നെ പറയാം, ബിക്കോസ് നമുക്കിവിടെ ഉള്ളത് AB എന്ന് പറയുന്ന ഓർഡേർഡ് പെയേഴ്സ് ആണ് നമ്മുടെ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഓർഡർ പെയേഴ്സ് തന്നെയാണ്. ആൻഡ് യു ഹാവ് ടു ഗെറ്റ് A and B ടു ബി റിയൽ നമ്പേഴ്സ്. ഓഫ് കോഴ്സ് ഇതും റിയൽ നമ്പേഴ്സ് ആണ്, ഇതും റിയൽ നമ്പേഴ്സ് ആണ്. അതിൻ്റെ പ്രൊഡക്റ്റ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് സം എടുത്താലും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. സോ ദിസ് വിൽ ഷുവർലി ബിലോങ്സ് ടു, നമുക്ക് എന്തായാലും പറയാം, ദിസ് ഓൾവേസ് ബിലോങ്സ് ടു R. ഈ എലമെൻറ്റ്സ് AC as well as BC plus D, these two elements will surely belongs to R. അത് ഒരു റിയൽ നമ്പർ തന്നെയായിരിക്കും. സോ അത് റിയൽ നമ്പർ തന്നെയായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് A നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷനും കൂടി നമുക്ക് അവിടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്, അല്ലേ? ബിക്കോസ് നമ്മുടെ സെറ്റിൻ്റെ നമുക്ക് എന്താ ഉള്ളത്? A നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യണം. ഓഫ് കോഴ്സ് നമുക്ക് ഇതും നമ്മുടെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ ഈ എയും 0 ആയിരിക്കില്ല, ഈ സിയും 0 ആയിരിക്കില്ല. സോ ദാറ്റ് മീൻസ് രണ്ട് നോൺ സീറോ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മളുടെ ഇവിടുത്തെ വാല്യൂ. സോ ദിസ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0. കാരണം AC 0 ആവണമെങ്കിൽ എന്ത് വേണം? ഐദർ A 0 ആവണം അല്ലെങ്കിൽ C 0 ആവണം. അല്ലാണ്ട് വെറുതെ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 0 ആവില്ല. സോ ഐദർ A ഈക്വൽ ടു 0 ഓർ C ഈക്വൽ ടു 0. പക്ഷേ ഈ രണ്ട് എലമെൻറ്റ്സ് എവിടെ നിന്നാണ് വന്നേക്കുന്നത്? ഈ സെറ്റിൽ നിന്നാണ് വന്നേക്കുന്നത്. ആൻഡ് ഈ സെറ്റിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഫസ്റ്റ് കമ്പോണൻസ് 0 ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ AC എന്ന് പറയുന്നത് 0 ആവാൻ യാതൊരു തരത്തിലുള്ള പോസിബിലിറ്റിയും ഇല്ല. സോ ദാറ്റ് മീൻസ് ദിസ് ഓഫ് കോഴ്സ് ബിലോങ്സ് ടു ദിസ് ഗിവൺ സെറ്റ് G. ഇതെന്തിലുണ്ടാകും? ഈ എലമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ്സ് ടു ദ സെറ്റ് G. സോ ക്ലോഷർ പ്രോപ്പർട്ടീസ് ഈസ് ട്രിവിയലി സാറ്റിസ്ഫൈഡ്.
ഓക്കെ, സോ ഇനി അസോസിയേറ്റിവിറ്റി ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അസോസിയേറ്റിവിറ്റി ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് 3 എലമെൻസുകൾ എടുക്കാം. ഓക്കെ, ഐ എം ടേക്കിംഗ് 3 എലമെൻറ്റ്സ് ഫ്രം ദ സെറ്റ് ദാറ്റ് ഈസ് എ ബി സ്റ്റാർ സി ഡി, അത് നമ്മൾ എടുത്തു, സ്റ്റാർ, നമുക്ക് കേളി ബ്രാക്കറ്റ് ഇടാം, സ്റ്റാർ ഇ എഫ്, ഇങ്ങനെ 3 എലമെൻസുകൾ എടുത്തു. ഇത് അസോസിയേറ്റീവ് ആണോ എന്നുള്ളത് നോക്കണം. നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളത് എന്താണ്? എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ് ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. സി ഡി സ്റ്റാർ ഇ എഫ് ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. സോ ദാറ്റ് മീൻസ് ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണെന്നുള്ളത് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇങ്ങനെ എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? വാട്ട് വിൽ യു ഗെറ്റ് വെൻ യു ടേക്ക് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? ദിസ് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് എ ബി സ്റ്റാർ സി ഡി? എപ്പോഴും ബ്രാക്കറ്റിലുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. എ ബി സ്റ്റാർ സി ഡി എന്താണ്? എ സി കോമ ബി സി പ്ലസ് ഡി, ദാറ്റ് ഈസ് എ ബി സ്റ്റാർ സി ഡി ബൈ ഡെഫിനിഷൻ ഓഫ് ദി സ്റ്റാർ ഓപ്പറേഷൻ. ഇനി ഇത് സ്റ്റാർ ഇ എഫ് ആണ് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് അല്ലേ, കാരണം ഇതിൻ്റെ പ്രൊഡക്റ്റാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. പിന്നെ ഈ ഇ എഫ് കൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാനുണ്ട്. ഓക്കെ, എഗെയിൻ ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? നമുക്ക് എഗെയിൻ ഇവിടെ നമുക്കുള്ളത് എ സി പ്ലസ് ബി സി പ്ലസ് ഡി, സോറി എ സി കോമ ബി സി പ്ലസ് ഡിൻ്റെ ഇ എഫ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഫസ്റ്റ് കമ്പോണൻറ്റും ഇതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് കമ്പോണൻറ്റ് വിൽ ബി ഈക്വൽ ടു എ സി ഇൻറ്റു എഫ്. ആൻഡ് സെക്കൻഡ് കമ്പോണൻറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? സെക്കൻഡ് കമ്പോണൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കമ്പോണൻറ്റിനെ സെക്കൻഡ് കമ്പോണൻറ്റ് ഓഫ് ദ ഫസ്റ്റും ഫസ്റ്റ് കമ്പോണൻറ്റ് ഓഫ് സെക്കൻഡ് നമ്പറും കൂടെ നമ്മൾ എടുക്കും, ബിയും സിയും കൂടെ എടുക്കും. അതായത് ഇവിടെയുള്ള 2 എണ്ണം കൂടി എടുക്കും, എന്നിട്ട് ഇതിനോട് ആഡ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇത് തമ്മിലും കൂടെ പ്രൊഡക്റ്റ് എടുക്കും, എന്നിട്ട് ഇതിനോട് ആഡ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും കൂടെ പ്രൊഡക്റ്റ് എടുത്തു, എന്നിട്ട് ഇതിനോട് ആഡ് ചെയ്തു, അതല്ലേ ബി സി പ്ലസ് ഡി. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ പ്രൊഡക്റ്റ് എടുക്കും, എന്നിട്ട് ഇതിനോട് ആഡ് ചെയ്യും. സോ വാട്ട് വിൽ യു ഗെറ്റ്? ബി സി പ്ലസ് ഡി ഇൻറ്റു ഇ പ്ലസ് എഫ്. ദാറ്റ് ഈസ് വാട്ട് യു ഗെറ്റ് അല്ലേ. എ സി എഫ് കോമ ബി സി പ്ലസ് ഡി into E plus F, or in other words you will get ACF comma BCE plus DE plus F. This is what you get as AB star CD star EF. അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്ത് ഇതുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ്. സി ഡി സ്റ്റാർ ഇ എഫ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഗെറ്റ്? സി ഡി സ്റ്റാർ ഇ എഫ് എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ഇവിടുത്തെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ആദ്യം എടുക്കുന്നത് എ സി ഡി സ്റ്റാർ ഇ എഫ് ആയിരിക്കണം, കാരണം എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റിൻ്റെ പുറത്താണ്. സോ എ സ്റ്റാർ എ ബി സ്റ്റാർ സി ഡി സ്റ്റാർ ഇ എഫ് എന്താണ്? യു ഹാവ് ടു ടേക്ക് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫസ്റ്റ് 2 elements ആൻഡ് ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഡി ഇ പ്ലസ് എഫ്, ദാറ്റ് ഈസ് ദി പ്രൊഡക്റ്റ്. ഓക്കെ, നൗ വെൻ യു മൾട്ടിപ്ലൈ അഗെയിൻ നെക്സ്റ്റ് ഓപ്പറേഷൻ നടത്തുമ്പോൾ അടുത്ത് എന്ത് ചെയ്യണം? അടുത്ത നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടെയും ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ആഡ് ചെയ്യുക ഫോർ സെക്കൻഡ് കമ്പോണൻറ്റ്. ഫസ്റ്റ് കമ്പോണൻറ്റ് എന്താ ചെയ്യേണ്ടത്? ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതൊന്ന് നോക്കിയേ. A C E, that is the first component, and next what you have to do, you have to multiply these two, that is B into C and ഇതുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ B C E plus D E plus F, that is what you get as element അല്ലേ. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. എന്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത് എന്നുള്ളത്. അത് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഓപ്പറേഷൻസ് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ സി എഫ് പ്ലസ് ബി സി ഇ പ്ലസ് ഡി ഇ പ്ലസ് എഫ്, ഇവിടെയും എ സി ഇ പ്ലസ് ബി സി ഇ പ്ലസ് ഇ എഫ് അല്ലേ. സോറി, ഞാനിവിടെ എ സി എഫ് ആണ് എടുത്തത് അല്ലേ. ഐ എം സോറി ഫോർ ദ മിസ്റ്റേക്ക്. ദിസ് ഇസ് എ സി ഇ ബിക്കോസ് യു ഹാവ് ടു മൾട്ടിപ്ലൈ എ സി വിത്ത് ഇ. ഐ ജസ്റ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് എഫ്. സോ ഇത് ഓഫ് കോഴ്സ് ദിസ് ഇസ് നോ ഗ്രൂപ്പാണ്, അസോസിയേറ്റീവ് ആണ്. ബിക്കോസ് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കോയിൻസൈഡ് ചെയ്തു. സോ ദിസ് ഇസ് ട്രിവിയലി ആൻ അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ. സോ അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതാക്കി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് എന്താണുള്ളത്? ഐഡൻറ്റിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എന്താണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്? എ ബി എന്ന് പറയുന്നതിനെ ഏതെങ്കിലും ഒരു പി ക്യൂ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി തന്നെ കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എ ബി എന്ന് പറയുന്നതിനെ പി ക്യൂ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി തന്നെ കിട്ടുമോ? എ ബി എന്ന് പറയുന്ന എലമെൻറ്റിനെ പി ക്യൂ ആയിട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യണേ? നമുക്ക് തന്നേക്കുന്നത് വെച്ചിട്ട് എ പി കോമ ബി പി പ്ലസ് ക്യൂ, ഇതാണ് ബൈ ദ ഓപ്പറേഷൻ ഗിവൺ ടു അസ് ദിസ് ദ പ്രൊഡക്റ്റ് ഓർ ദ ഓപ്പറേഷൻ വാല്യൂ ഈസ് എ പി. അതായത് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു എ പി, പിന്നെ ബിയും പിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ക്യൂ ആഡ് ചെയ്തു, ദാറ്റ് ഈസ് ബി പി പ്ലസ് ക്യൂ. അതെന്തിനോട് ഈക്വൽ ആണോ എന്നുള്ളത് നോക്കണം. എ ബിനോട് ഈക്വൽ ആവുന്ന എന്തെങ്കിലും ഒരു പിയോ ക്യൂവോ ഉണ്ടോ?
അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? അങ്ങനെയാണെങ്കിൽ ഈ എ പിയും എയും ഈക്വൽ ആവണം, ശരിയല്ലേ? ആൻഡ് ബി പി പ്ലസ് ക്യൂവും ബിയും ഈക്വൽ ആവണം. അപ്പോൾ എ പിയും എയും ഈക്വൽ ആവണമെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് ടു ഓർഡർഡ് പെയർസ് ആർ ഈക്വൽ ഇഫ് എ പി ഈക്വൽ ടു എ ആൻഡ് ബി പി പ്ലസ് ക്യൂ ഈക്വൽ ടു ബി പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു ബി. ഇത് രണ്ടും കൂടിയും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന പി ക്യൂ ഉണ്ടോ അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എ പി ഈക്വൽ ടു എ ആവണമെങ്കിൽ പി ഈക്വൽ ടു 1 ആയിരിക്കണം അല്ലേ? പി ഈസ് ഈക്വൽ ടു 1 ആയാലല്ലേ എ പി ഈക്വൽ ടു എ ആവുക. അതേപോലെ തന്നെ ആ പി 1 ആണെന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഗെറ്റ്? ബി പ്ലസ് ക്യൂ ഈക്വൽ ടു ബി ഓർ ക്യൂ ഈക്വൽ ടു 0. ഓഫ് കോഴ്സ് പി ക്യൂ എന്ന് പറയുന്ന കമ്പോണൻ്റ് ആയിട്ട് 1 0 എടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായാലും നമ്മളുടെ സെറ്റായിട്ടുള്ള ജിയിലുണ്ട്. ബിക്കോസ് നമ്മുടെ സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ജസ്റ്റ് ഒരു ഓർഡർഡ് പെയർ വിച്ച് ആർ റിയൽ നമ്പേഴ്സ് ആൻഡ് ഫസ്റ്റ് കമ്പോണൻറ്റ് നോട്ട് ഈക്വൽ ടു 0. So this is also an ordered pair which are real numbers and first component not equal to 0. So this trivially belongs to G and this is the identity element. This is the identity element. Okay. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇൻവേഴ്സ് ഉണ്ടോ നോക്കണം അല്ലേ? ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യണ്ടോ നോക്കണം. ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഒരു എലിമെൻറ്റിൻ്റെ ഇൻവേഴ്സ് ഏതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? എ സ്റ്റാർ ബി ഇൻറ്റു അല്ലെങ്കിൽ എ സ്റ്റാർ ബി അല്ല, എ കോമ ബി സ്റ്റാർ സി കോമ ഡി ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം, അതായത് 1 0 കിട്ടണം. ഇവിടെയൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ഇതും നമുക്ക് പോസിബിൾ ആട്ടോ. എ സ്റ്റാർ ബി സ്റ്റാർ പി സ്റ്റാർ ക്യൂ ഇസ് ഈക്വൽ ടു എ ബി എന്ന് പറയുന്ന പോലെ തന്നെ തിരിച്ചുള്ളതും അതേപോലെ അതായത് അതും കൂടെ വേണമെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യാം, അതായിരിക്കും എളുപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതേപോലെ തന്നെ ഈ ഐഡൻറ്റിറ്റി തന്നെയാണോ പി സ്റ്റാർ ക്യൂ ചെയ്യുമ്പോൾ പി സ്റ്റാർ ക്യൂ സ്റ്റാർ എ സ്റ്റാർ ബി പി സ്റ്റാർ അല്ല പി കോമ ക്യൂ സ്റ്റാർ എ കോമ ബി എടുക്കുമ്പോഴും നമുക്ക് എ കോമ ബി കിട്ടാനായിട്ട് 1 0 തന്നെയാണോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യണം. കാരണം പി കോമ ക്യൂക്ക് നമുക്ക് ഇതിപ്പോൾ നമ്മൾ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ബൈ സ്റ്റാർ ഓപ്പറേഷൻ ദിസ് ഈസ് ഈക്വൽ ടു പി എ കോമ ക്യൂ എ പ്ലസ് ബി, അതാണ് നമുക്ക് കിട്ടേണ്ടത്. ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു എ ബി. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ആണ് നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ ഡെഫിനേഷനിൽ. ഐഡൻറ്റിറ്റി ഡെഫിനേഷൻ എന്താണ് ശരിക്കും പറഞ്ഞാൽ? എ സ്റ്റാർ ഇ ഈക്വൽ ടു എ ഈക്വൽ ടു ഇ സ്റ്റാർ എ. അപ്പോൾ രണ്ടിനും ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടാവണം രണ്ട് സൈഡിലും. കമ്മ്യൂട്ടേറ്റിവിറ്റി നമ്മൾ പ്രൂവ് ചെയ്യാത്തടത്തോളം നമ്മൾക്ക് ഇതും കൂടെ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? പി എ മസ്റ്റ് ബി ഈക്വൽ ടു എ വിച്ച് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു 1, അതും വേണം. അതേപോലെ തന്നെ ക്യൂ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി വിച്ച് ഇംപ്ലൈസ് ബി ക്യൂ മസ്റ്റ് ബി ഈക്വൽ ടു 0. സോ ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് പി ക്യൂ എന്ന് പറയുന്നത് 1 0 തന്നെയാണ് കിട്ടിയേക്കുന്നത് ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും. സോ ദിസ് മീൻസ് ദിസ് ഡെഫിനേഷൻ ഓർ ദിസ് ഇക്വേഷൻ ഈസ് വാലിഡ് വിത്ത് 1 0. അപ്പോൾ 1 0 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് സ്ഥാപിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനി ഐഡൻറ്റിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് മാതിരി എ കോമ ബി സ്റ്റാർ ഒരു പി കോമ ക്യൂ അല്ലെങ്കിൽ പി കോമ ക്യൂ തന്നെയാകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. എം കോമ എൻ ഷുഡ് ബി ഈസ് ഈക്വൽ ടു 1 0 ആകാൻ തക്ക രീതിയിൽ, കാരണം ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആകണം. ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം, അതാണ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എ കോമ ബി സ്റ്റാർ എം കോമ എൻ ഷുഡ് ബി ഈക്വൽ ടു 1 0. സോ ബൈ ഡെഫിനിഷൻ ഓഫ് സ്റ്റാർ ദിസ് ഈസ് ഈക്വൽ ടു എ എം കോമ ബി എം പ്ലസ് എൻ ഷുഡ് ബി ഈസ് ഈക്വൽ ടു 1 0, isn't it? am comma bm plus n should be is equal to 1 0. Equating the components, what will you get? am should be equal to 1 and bm plus n should be equal to 0. So what must be the value of m? M must be is equal to 1 by a and b must be n must be is equal to what must be the value of n? n. ഇവിടെ m ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ n must be is equal to minus b by a. സോ ഇത് നമുക്ക് ഇൻവേഴ്സ് എലമെൻ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഇത് നമ്മളുടെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? ഇൻവേഴ്സ് എലമെൻറ്റ് എല്ലാത്തിനും ഗ്രൂപ്പിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളുടെ പ്രോപ്പർട്ടി. അതായത് ജിയിൽ ഉണ്ടാവണം. ഇൻവേഴ്സ് എലമെൻറ്റ് മസ്റ്റ് എക്സിസ്റ്റ് ഫോർ ഈച്ച് എലമെൻറ്റ് ഇൻ ദിസ് സെറ്റ്. അതായത് ഇതേ സെറ്റിലായിരിക്കണം ഇൻവേഴ്സ് എലമെൻറ്റ് ഉണ്ടാവേണ്ടത്. ഇനി നമ്മൾക്ക് ഈ സെറ്റിൽ തന്നെയാണോ ഇൻവേഴ്സ് എലമെൻ്റ് എന്ന് നോക്കാൻ എന്തൊക്കെ കാണിക്കണം? അതൊരു ഓർഡർഡ് പെയർ ആണോ, അതെല്ലാം റിയൽ നമ്പേഴ്സ് ആണോ, ഓർഡർഡ് പെയറിലെ കമ്പോണൻസ് റിയൽ നമ്പേഴ്സ് ആണോ, ഫസ്റ്റ് കമ്പോണൻറ്റ് 0 അല്ല എന്നുള്ള പ്രോപ്പർട്ടീസൊക്കെ പ്രൂവ് ചെയ്യണ്ടോ എന്ന് നോക്കണം. നോക്കിയിവിടെ നമുക്ക് എം എൻ എന്ന് പറയുന്ന ഇവിടെ ഓർഡർ പെയർസ് ആയിട്ടാണ് എടുത്തത്. നമുക്കിവിടെ കിട്ടുന്ന ഓർഡർ പെയർ അപ്പോൾ എന്ത് തന്നെയാണ്?
എം എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് 1/aയും എൻ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് -b/aയും ആണ് നമ്മൾക്കിവിടെ ഓർഡേർഡ് പെയർ ആയിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് ജിയിൽ ഉണ്ടോ എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജിയിൽ ഉണ്ടാവാൻ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ ആയിരിക്കണം. ഓഫ് കോഴ്സ് ദിസ് ഇസ് ആൻ ഓർഡേർഡ് പെയർ. ഇനി എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും നമ്മുടെ റിയൽ നമ്പേഴ്സ് ആയിരുന്നു. ബിക്കോസ് എ ബി ബിലോങ്സ് ടു ജി, ദിസ് എലമെൻറ്റ് ബിലോങ്സ് ടു ജി എന്ന് പറയുന്നതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എ ബി ബിലോങ്സ് ടു ജി ആയത് കാരണം എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. സോ ദാറ്റ് മീൻസ് 1/aയും -b/aയും റിയൽ നമ്പേഴ്സ് ആണ്. സോ ദാറ്റ് മീൻസ് ദീസ് ടു ബിലോങ്സ് ടു ആർ. ഇത് ഓരോന്നും ആറിലുണ്ടാകും. ഇനി അതുപോലെ എ നോട്ട് ഈക്വൽ ടു 0 ആണ് എന്നുള്ളത് ട്രിവിയൽ ആണ് വിത്ത് ദിസ് കണ്ടീഷൻ, ബിക്കോസ് എ ബി ബിലോങ്സ് ടു ജി. അങ്ങനെയാണെങ്കിൽ 1/a ഒരിക്കലും 0 ആവില്ലല്ലോ. അപ്പോൾ അത് കാരണം ഈ കമ്പോണൻറ്റും 0 അല്ല. സോ ദാറ്റ് മീൻസ് ദിസ് സെറ്റ് belongs to G. So this is an inverse element for AB. This mn ന്റെ inverse element, അല്ലെങ്കിൽ AB എന്ന് പറയുന്നതിൻ്റെ inverse element, mn എന്ന് പറയുന്നതിൻ്റെ കണ്ടീഷൻ എന്താണ്? m എന്ന് പറയുന്നത് 1/aയും n എന്ന് പറയുന്നത് -b/aയുമാണ്. അങ്ങനെയുള്ള ഒരു ഇതായിരിക്കും ഇൻവേഴ്സ് എലമെൻറ്റ്. ഇതേപോലെ തന്നെ mn സ്റ്റാർ a സ്റ്റാർ b a, b എന്ന് പറയുന്നത് 1 0 ആകാനുള്ള mn തന്നെയാണ്. അതേ എലമെൻറ്റ് തന്നെയാണ് ഇവിടെയും പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്നുള്ളതും കൂടെ നമ്മൾ വെരിഫൈ ചെയ്യണം. ഓഫ്കോഴ്സ് നിങ്ങൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രൂ ആയിരിക്കും. ഇനി അതെന്താണെന്നുള്ളതും കൂടി നോക്കണം. നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നുള്ളത് നോക്കാം. നമുക്ക് a b സ്റ്റാർ c, d എന്ന് പറയുന്നതും c, d സ്റ്റാർ a, b എന്ന് പറയുന്നത് ഈക്വൽ ആണോ നോക്കാം. വാട്ട് ഈസ് a, b സ്റ്റാർ c, d? ac പ്ലസ് bc, ac, bc plus d. This is a, b. Now what is c, d star a, b? അതിൻ്റെ കമ്മ്യൂട്ടേറ്റിവിറ്റി ആണോ എന്നുള്ളത് നോക്കാൻ നേരെ ഇൻവേഴ്സ് എടുത്ത് നോക്കിയേ. സി എ കോമ ഡി എ പ്ലസ് ബി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നോക്കി ഇവിടെ എ സി സി എ വലിയ കുഴപ്പമില്ല. നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് കമ്പോണൻറ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് കമ്പോണൻറ്റ് രണ്ടും ഈക്വൽ ആണ്. ബട്ട് വാട്ട് അബൌട്ട് ദ സെക്കൻഡ് കമ്പോണൻറ്റ്? ലുക്ക്, ഇവിടെ സി ബി പ്ലസ് ഡി ആണ്, ഇവിടെ എ ഡി പ്ലസ് ബി ആണ്. So these two values need not be equal whenever C and D and B are or A B C D നാലെണ്ണം വേറെ വേറെ നമ്പേഴ്സ് ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവണമെന്ന് ട്രിവിയൽ അല്ല അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആവണമെന്ന് ഉറപ്പൊന്നുമില്ല, അങ്ങനെ പറയണം പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതും ഈക്വൽ ആവണമെന്ന് കണ്ടീഷൻ ഇല്ല. ചിലപ്പോൾ ഈക്വൽ ആവാം, പക്ഷേ അല്ലാത്ത കേസുകളും നമുക്ക് വരാം. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റുന്നു? ഇത് രണ്ടും എന്താണെന്ന് പറയാം, ഇത് ഈ ഒരു ഓപ്പറേഷൻ എന്താണെന്ന് പറയാം, കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറയാം. സോ ദിസ് ഇസ് നോട്ട് എ abelian group. So that is the property, that is an example for non-abelian group. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റ് നമുക്കപ്പോൾ ഇവിടെ നമുക്കൊരു ജസ്റ്റ് ഒരു സെറ്റേ തന്നിട്ടുള്ളൂ, ഒരു ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസുകൾ പ്രൂവ് ചെയ്യാനായിട്ട് ചോദിക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു ഓപ്പറേഷൻ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ, ഒരു പ്രൂഫായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള വർക്ക് ഔട്ട് പ്രൂഫായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ടെക്സ്റ്റിലുണ്ട്. അതൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് തരികയാണ്. Let S be the set of all operations or transformations F1, F2, F3, F4 on complex numbers. അതായത് ഇത് നാലും functions on complex numbers ആണ്, അല്ലെങ്കിൽ complex functions ആണ്. These are all complex functions. And this is given by F1 is equal to F1 and the complex functions തരുന്നത് ഇങ്ങനെയാണ്. F1 of Z is equal to Z, അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. F2 of Z is equal to, these are complex numbers കേട്ടോ, Z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. F2 of Z is equal to minus FZ, and F3 of Z is equal to 1 by Z, and F4 of Z is equal to minus 1 by Z. Okay, so these are the functional values, or these are the elements of this set, and the operation is function composition. This is the operation. ഈ സെറ്റ് എന്ന് പറയുന്നത് ഈ ഓപ്പറേഷനിൽ ഒരു ഗ്രൂപ്പാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ഗ്രൂപ്പാണെന്നുള്ളത് കിട്ടും. പക്ഷേ ഇത് അബേലിയൻ ഗ്രൂപ്പ് ആണെന്ന് തോന്നി. യെസ്, ദിസ് ഐ തിങ്ക് ഇസ് ആൻ അബേലിയൻ ഗ്രൂപ്പ്. ഇത് അബേലിയൻ ഗ്രൂപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ടേബിൾ വരയ്ക്കേണ്ടതാണ്. അതായത് F1 കോമ്പോസിഷൻ F1 എന്താണെന്നുള്ളത് നോക്കുക, F1 കോമ്പോസിഷൻ F2 എന്താണെന്നുള്ളത് നോക്കുക, F1 കോമ്പോസിഷൻ F3 എന്താണെന്ന് നോക്കുക, F1 കോമ്പോസിഷൻ F4, ഇങ്ങനെയെല്ലാം നോക്കുക. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ കോമ്പോസിഷൻസ് നോക്കുക, എന്നിട്ട് നിങ്ങളൊരു ടേബിൾ വരയ്ക്കുക. നമ്മൾ ഗ്രൂപ്പ് ടേബിൾ വരച്ചിരുന്നു. ഗ്രൂപ്പ് ടേബിൾ എന്താണെന്നുള്ള മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ ഗ്രൂപ്പ് ടേബിൾ വരച്ചിട്ട് നമുക്കത് ഗ്രൂപ്പ് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും ഗ്രൂപ്പ് ടേബിൾ. കാരണം നമ്മൾ ഗ്രൂപ്പ് ടേബിൾ വെച്ച് പറഞ്ഞിരുന്നു ഇതിൻ്റെ ഓപ്പറേഷൻസ്, ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ഇൻവേഴ്സ് എലമെൻ്റ് ഒക്കെ വച്ചിട്ടുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പ് ടേബിൾ. അപ്പോൾ ഗ്രൂപ്പ് ടേബിൾ വെച്ചിട്ട് ഇത് ഒരു ഗ്രൂപ്പ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാനുള്ളത് നിങ്ങൾക്കൊരു എക്സസൈസ് ആക്ടിവിറ്റി ആയിട്ട് നമുക്കിതിൻ്റെ ഡൗട്ടുകളുണ്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഇടാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു വർക്കിംഗ് എക്സാമ്പിളായിട്ട് ഞാൻ തരികയാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ഞാൻ പറഞ്ഞിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഷോ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഇസ് ദിസ് വൺ. വി ഹാവ് ടു ഷോ ദാറ്റ് every element of a group, every element, so that if every element of a group G has its own inverse, is its own inverse, every element of a group is its own inverse, then G is abelian. This is just another question. Abelian, yes, then G is abelian. Show that if every element of a group is its own inverse, then G is abelian. So ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? നമുക്ക് G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് such that A inverse equal to A. A ഇൻവേഴ്സ് A ആണ്, അതേപോലെ B ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ B ആണ്, C ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ C ആണ്. അതായത് അതിൻ്റെ ഇൻവേഴ്സ് അത് തന്നെയാണ് എല്ലാ ഗ്രൂപ്പിലും. അങ്ങനെയാണെങ്കിൽ ഇതെന്താണെന്ന് കാണിക്കണം? അതൊരു അബേലിയൻ ഗ്രൂപ്പാണെന്ന് കാണിക്കണം. അബേലിയൻ ഗ്രൂപ്പാണെന്ന് കാണിക്കാനായിട്ട് എന്ത് കാണിച്ചാൽ മതി? ഇത് ഗ്രൂപ്പ് ആണെന്നുള്ളത് കിട്ടി. അപ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി മാത്രം കാണിച്ചാൽ മതി. അതായത് A സ്റ്റാർ B എന്ന് പറയുന്നതും ഈസ് ഈക്വൽ ടു B സ്റ്റാർ A. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ? കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ A സ്റ്റാർ B ഈസ് ഈക്വൽ ടു B സ്റ്റാർ A കാണിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഗെറ്റ്? ദിസ് ഇസ് എ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കിട്ടി. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്നത് എന്താണ്? ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇൻവേഴ്സ് അത് തന്നെയാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ A എന്ന് പറയുന്നതും ഗ്രൂപ്പ് ജിയിലുണ്ട്, അതേപോലെ തന്നെ B എന്ന് പറയുന്നതും ജിയിലുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, രണ്ട് എലമെൻറ്റ്സ് ആണ് എയും ബിയും. അങ്ങനെയാണെങ്കിൽ A ഇൻവേഴ്സ് എന്ന് പറയുന്നത് A ആണ്, അതേപോലെ തന്നെ B ഇൻവേഴ്സ് എന്ന് പറയുന്നത് B ആണ് ബൈ ദ പ്രോപ്പർട്ടി ഓഫ് G. ഓൾസോ വാട്ട് അബൌട്ട് ദ കേസ് ഓഫ് A സ്റ്റാർ B? A സ്റ്റാർ B എന്ന് പറയുന്നത് ജിയിലുണ്ട്, ശരിയല്ലേ? കാരണം എയും ജിയിലുണ്ട് ബിയും ജിയിലുണ്ടെങ്കിൽ G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആയത് കാരണം ക്ലോസ്ഡ് ആണ്. ദാറ്റ് മീൻസ് A സ്റ്റാർ B ജിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ജിയിലുള്ള എല്ലാ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? അതിൻ്റെ ഇൻവേഴ്സ് അത് തന്നെയാണ്. ദാറ്റ് മീൻസ് A സ്റ്റാർ ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? A സ്റ്റാർ B തന്നെയാണ്, ശരിയല്ലേ? A സ്റ്റാർ ബിയുടെ ഇൻവേഴ്സ് എന്ത് തന്നെയാണ്? A സ്റ്റാർ B തന്നെയാണ്. പക്ഷേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് A സ്റ്റാർ B? A star B യുടെ ഇൻവേഴ്സ്, A സ്റ്റാർ B the whole inverse is given by B inverse star A inverse. A star B the whole inverse is equal to B inverse star A inverse. That is B inverse star A inverse എന്ന് പറയുന്നതാണ് A star B യുടെ ഇൻവേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് A star B യുടെ ഇൻവേഴ്സ് A star B എന്നുണ്ട്, A star B യുടെ ഇൻവേഴ്സ് B inverse star A inverse എന്നുണ്ട്. Or we can say that B inverse star A inverse is equal to A star B by the property of G. നമുക്കിവിടെ ഈ രണ്ടെണ്ണം ലെഫ്റ്റ് ഹാൻഡ് സൈഡായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ബട്ട് ഈ ബിയും എയും ഒക്കെ എന്തിലുള്ള എലമെൻസ് ആണ്? ഗ്രൂപ്പിലുള്ള എലമെൻസ് ആണ്. സോ വാട്ട് ക്യാൻ യു സേ അബൌട്ട് ബി ഇൻവേഴ്സ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ബി. ആൻഡ് വാട്ട് ക്യാൻ യു സേ അബൌട്ട് എ ഇൻവേഴ്സ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എ. സോ ബി സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി എന്ന് പറയുന്നത് നമ്മൾ ട്രിവിയലായിട്ട് പ്രൂവ് ചെയ്തു. സോ ദാറ്റ് മീൻസ് ഫോർ എനി എലമെൻറ്റ്, ഇവിടെ നമ്മൾ ആർബിട്രറി ആയിട്ട് എടുത്തേക്കുന്നതാണ് എയും ബിയും. ഫോർ എനി എലമെൻറ്റ് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്തു. സോ ദാറ്റ് മീൻസ് ജി ഈസ് ആൻ അബേലിയൻ ഗ്രൂപ്പ്. ഓക്കെ, സോ ഇതുപോലെ ഒരുപാട് പ്രോപ്പർട്ടീസുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ റിസൾട്ടുകളും, ഇതുപോലത്തെ റിസൾട്ടുകളൊക്കെ എക്സസൈസായിട്ടും ഒക്കെ ടെക്സ്റ്റിലുണ്ട്. നിങ്ങൾ കുറേശ്ശെ ചിലതൊക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. കുറേശ്ശെ അതുപോലത്തെ റിസൾട്ടുകളൊക്കെ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കുക. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ആ തിയറി കുറേ നമ്മൾ പഠിക്കുക. ഓക്കെ, എക്സാമ്പിളുകൾ, എക്സസൈസുകൾ, പ്രൂഫായിട്ടുള്ള ഇങ്ങനത്തെ പ്രൂഫുകളാണെങ്കിൽ പ്രൂഫുകൾ, അതേപോലെ തന്നെ പ്രോബ്ലംസുകൾ, ഒരു ഗ്രൂപ്പാണെന്നുള്ള പ്രൂവ് ചെയ്യാനുള്ള ചില സെറ്റുകളുടെ പ്രോബ്ലംസുകൾ, ഇങ്ങനെ എല്ലാം എക്സസൈസിലുള്ള പ്രോബ്ലംസുകൾ മാക്സിമം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ദെൻ യു വിൽ ഗെറ്റ് എൻ ക്ലിയർ ഐഡിയ അബൌട്ട് ദാറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസുകളും അതേപോലെ തന്നെ എക്സസൈസുകളൊക്കെ ഇപ്പോഴേ ചെയ്ത് നോക്കുക. ഒരു നോട്ട്ബുക്ക് എടുത്ത് മാക്സിമം പ്രോബ്ലംസുകൾ ഗ്രൂപ്പിൻ്റെയും അതേപോലെ മുമ്പത്തെ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ ഇപ്പോഴേ മുതലേ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അങ്ങനത്തെ എക്സസൈസുകളൊക്കെ ചെയ്ത് ആ ഒരു കൺസെപ്റ്റ് തറവാക്കുക. ഓക്കെ,
നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് അപ്പം തന്നെ കിട്ടിയെന്ന് വരില്ല. ബിക്കോസ് ഇറ്റ് ടേക്സ് ടൈം. കുറേ പ്രോബ്ലംസ് ചെയ്താലേ നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ മാക്സിമം പ്രോബ്ലംസുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് വഴിയോ അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാവുന്നതാണ്. ഇതിലെ കമൻസ് വഴിയൊക്കെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാം. പ്രോബ്ലംസുകളാണെങ്കിലും ഒക്കെ. സോ മാക്സിമം പ്രോബ്ലംസുകളൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ കൊണ്ട് തീരുകയാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് സെക്ഷനായിട്ടുള്ള സബ് ഗ്രൂപ്പ്സ്, അതേപോലെ സൈക്ലിക് ഗ്രൂപ്പ്സ്, ഇനി അങ്ങോട്ട് കുറച്ച് ഗ്രൂപ്പിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. സോ ഫർദർ വീഡിയോസിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.